നമസ്കാരം. ഡോക്ടർ ചോദിക്കാൻ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അനിയന്ത്രിതമായ ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രമേഹത്തിന്റെ സങ്കീർണതകളിലൊന്നാണ് ഡയബറ്റിക് ന്യൂറോപ്പതി. എന്താണ് ഡയബറ്റിക് ന്യൂറോപ്പതി, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, ചികിത്സ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഇന്ന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. നമുക്കൊപ്പമുള്ളത് കണ്ടംകുളത്തി ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് ഹോസ്പിറ്റൽസിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസനും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസുമാണുള്ളത്. രണ്ട് ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ റോസ്മേരി മാം, ഇപ്പോൾ സൂചിപ്പിച്ച പോലെ അനിയന്ത്രിതമായ ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രമേഹം പലതരത്തിലുള്ള സങ്കീർണതകൾക്ക് വഴിവെച്ചേക്കും. അതിലൊന്ന് മാത്രമാണ് ഡയബറ്റിക് ന്യൂറോപ്പതി. എന്താണ് ഈ അസുഖം? പ്രമേഹ രോഗത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പ്രമേഹം എന്ന് പറയുന്നത് ആയുർവേദീയമായിട്ട് പറയുമ്പോൾ 20 വിധത്തിൽ അത് വാതപിത്ത കവചമായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. 10 വിധത്തിലുള്ള കവചമായിട്ടുള്ള പ്രമേഹ രോഗങ്ങൾ 10 വിധത്തിലും, അതുപോലെ പൈത്തികമായിട്ടുള്ള പിത്തപ്രധാനമായിട്ട് 6 വിധത്തില്, വാതജമായിട്ട് 4 എന്നിങ്ങനെയാണ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. ഇതിൽ തന്നെ എല്ലാ പ്രമേഹ രോഗങ്ങളും തന്നെ അതാത് സ്റ്റേജിൽ വേണ്ട രീതിയിൽ കൺട്രോൾഡ് ആക്കിയില്ലെങ്കിൽ, അത് നിയന്ത്രണാതീതമായി കൊണ്ടുവന്നില്ലെങ്കിൽ അത് പ്രമേഹ അനുബന്ധമായിട്ട് വരുന്ന ഉപദ്രവ്യാധികളിലേക്ക് നമ്മെ നയിക്കും. എന്ന് പറഞ്ഞാൽ വളരെയധികം രോഗങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് കാണുന്നതാണ്. ഇപ്പം ഇതുപോലെ പറയുന്ന കണ്ണിനെ ആശ്രയിച്ച് വരുന്ന റെറ്റിനോപ്പതി, അതുപോലെ മസിൽസിനെയും നെർവ്സിനെയും ആയിട്ട് ആശ്രയിച്ച് വരുന്ന ന്യൂറോപ്പതി ചേഞ്ചസ്, അതുപോലെ കിഡ്നീനെ ആശ്രയിച്ച് വരുന്ന രോഗാവസ്ഥ, ഇങ്ങനെ പല രീതിയിലുള്ള ഉപദ്രവവ്യാധികൾ ഈ പ്രമേഹ രോഗത്തിൽ കാണപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ നോട്ട് ചെയ്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ പ്രധാനമായിട്ട് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ന്യൂറോപ്പതി എങ്ങനെ ഉണ്ടാകുന്നു. വളരെയധികം കാലം നമ്മൾ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ ഒരു ഷുഗർ ഡയബറ്റിക് പേഷ്യൻ്റ് അതിനെക്കുറിച്ച് ഒട്ടും തന്നെ കേടായിരിക്കില്ല. ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞാലും പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണെങ്കിൽ പോലെ നമ്മൾ നോർമലായിട്ട് തന്നെ ഭക്ഷണം കഴിക്കുകയും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു മെഡിക്കേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ ചെന്നുപെടുകയാണ് ചെയ്യുന്നത്. അതും കൺട്രോൾഡ് അല്ലാത്ത കുറച്ച് നാൾക്ക് നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം അതൊക്കെ ശ്രദ്ധിച്ച് കൊണ്ടുപോകും. പിന്നെ അതിനോട് നമ്മൾ യൂസ്ഡായി എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ഭക്ഷണ കാര്യങ്ങളിലും അതുപോലെ വ്യായാമത്തിലും മരുന്ന് കഴിക്കുന്നതിൽ പോലും പലപ്പോഴും നിയന്ത്രണങ്ങളില്ലാതെ കൃത്യനിഷ്ഠയില്ലാതെ പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്ത് ഒരു ഡോക്ടറേക്കാൾ കൂടുതലായിട്ട് ആ ഒരു 5-8 വർഷം കഴിയുമ്പോൾ ആ പേഷ്യൻറ്റിന് തന്നെ മനസ്സിലാവും ശരീരത്തിൽ ഷുഗർ കൂടുമ്പോഴെങ്ങനെയാണ്, കുറയുമ്പോഴെങ്ങനെയാണ്, കുറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പം അതിനെയൊക്കെ അവർ തന്നെ ബാലൻസ് ചെയ്യാനായിട്ട് പലപ്പോഴും ശ്രമിക്കുകയും ചെയ്യും. എങ്ങനെയൊക്കെ ആയാലും ഇതിനെ കൺട്രോൾഡ് അല്ലാണ്ട് കുറേ നാളുകളിൽ ഇങ്ങനെ പോകുമ്പോൾ അത് ശരീരത്തിൽ പല വിധത്തിലുള്ള, അപ്പം നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ, മെറ്റബോളിക് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ വരുമ്പോൾ എല്ലാ ശരീരഭാഗങ്ങൾക്കും വരുന്ന ക്ഷീണം പോലെ തന്നെ ഈ നാഡീ ഞരമ്പുകൾക്കും കോശങ്ങൾക്കും അതിൻ്റെ കോശങ്ങൾക്കും ഒക്കെ ക്ഷീണം സംഭവിക്കുകയും അത് ഇൻഡയറക്റ്റ്ലി നമ്മുടെ മസിൽസിന് ക്ഷീണം വരുത്തുകയും ചെയ്യും. അപ്പം ആദ്യമായിട്ടൊക്കെ അധികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക പാദങ്ങളിലാണ്. കാലിൻ്റെ പാദത്തിൽ വരുന്ന വേദന, അല്ലെങ്കിൽ പുകച്ചില്, കഴപ്പ് പോലെ വരുന്ന അവസ്ഥ. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഗ്രാജുവലിയാണ് അതിന് മറ്റ് ചേഞ്ചസിലേക്ക് ബേണിങ് സെൻസേഷൻ പോലെ വരിക. അതുപോലെ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഈ ഷുഗർ കൺട്രോൾഡ് ആയിട്ട് ഇരിക്കാത്തൊരവസ്ഥയിലേക്ക് വളരെ കാലം പോകുമ്പോൾ കാലിന് ക്ഷീണം, ബലക്ഷയം വരിക, നംനസ് അവിടേക്കുള്ള സർക്കുലേറ്ററി ചേഞ്ചസ് വരുമ്പോഴാണ് ചെറുതായിട്ടുള്ള ചെറുഞരമ്പുകളിലേക്കും ഒക്കെയുള്ള സർക്കുലേഷനിൽ ചേഞ്ചസ് വരുമ്പോഴാണ് നമുക്ക് നംനസ് ഫീൽ ചെയ്യുക. ബേണിങ് സെൻസേഷൻ തുടക്ക സമയങ്ങളിലുണ്ടാവും. പിന്നെ പറഞ്ഞോണം കാലുകൾക്കും കാഫ് മസിലിലും കാലുകൾക്കൊക്കെ ശക്തമായിട്ടുള്ള ക്രാംസ് വരുന്ന അവസ്ഥ, പിന്നീട് ബലക്ഷയം വരുന്ന അവസ്ഥ, ഒരു വീക്ക്നെസ്, മസ്കുലാർ വീക്ക്നെസ് വരുമ്പോൾ നമുക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുകളും അതൊക്കെ അതിനോടകം വന്നു ചേരും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഓരോ സ്റ്റേജസ് മാറും തോറും അവിടേക്കുള്ള സർക്കുലേഷൻ കുറഞ്ഞ്, അതുപോലെ ഏതെങ്കിലും വ്രണം വരുന്ന അല്ലെങ്കിൽ ഊണ്ടുണ്ടാകുന്ന അവസ്ഥ വരുമ്പോൾ അത് ഹീൽ ചെയ്യാനായിട്ട് താമസം വരിക, അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്നിട്ട് കൺട്രോൾഡ് അല്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും നമുക്ക് ആംപുട്ടേഷനൊക്കെ വരുന്നത്
അങ്ങനത്തെ ഒരു അൺകൺട്രോൾഡ് ആയിട്ട് എന്നാൽ സർക്കുലേറ്ററി ചേഞ്ചസ് കട്ടായിട്ട് ന്യൂറോപ്പതി ചേഞ്ചസ് സിവിയർ ആയിട്ട് വരുന്ന അവസ്ഥകളിലൊക്കെയാണ്. ഡോക്ടർ മരിയ മാം, ദീർഘകാലമായി പ്രമേഹമുള്ള ഒരു വ്യക്തിക്ക് ഗ്രാജുവലി ഉണ്ടാകുന്ന പ്രശ്നമാണോ ഇത്, അതോ ഇത് ഈ അസുഖത്തിലേക്ക് എത്താത്ത തരത്തിൽ നിയന്ത്രിക്കാനും പറ്റുമോ? ഇതിന്റെ ഏറ്റവും വലിയ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തന്നെ പ്രമേഹം നിയന്ത്രിക്കുക എന്ന് തന്നെയാണ്. അത് ഏതൊരു പ്രീ ഡയബറ്റിക് ആയിക്കോട്ടെ തന്നെ നമ്മൾ അത് ഡയറ്റ് വഴിയായിട്ടും അതുപോലെ തന്നെ തക്കതായിട്ടുള്ള വ്യായാമ മുറകൾ അതൊക്കെ അനുസരിച്ചൊക്കെ ആയിട്ട് തന്നെ നമ്മൾ ഡയബറ്റീസ് ആദ്യം തന്നെ നിയന്ത്രിക്കുക എന്ന് തന്നെയാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു ഇത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ വില്ലൻ എന്ന് പറയുന്നത് തന്നെ പുകവലിയാണ്. പുകവലിക്കുന്നവരാണ് കൂടുതലെന്നുണ്ടെങ്കിൽ അവർ പുകവലി പൂർണ്ണമായും തന്നെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാണ് പുകവലിക്കുമ്പോഴൊക്കെ രക്തയോട്ടം കുറയാനും ഇങ്ങനത്തെ ഡയബറ്റിക് ന്യൂറോപ്പതി പോലുള്ള ബുദ്ധിമുട്ടുകൾ കൂടാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും കുറച്ചു നേരം വിശ്രമിക്കാനും അതുപോലെ തന്നെ കുറച്ചു നേരം നടക്കാനും തക്ക വ്യായാമം അതുപോലെ എക്സസൈസുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും ഈ ഡയബറ്റിക് ന്യൂറോപ്പതി അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ചിലപ്പോൾ തരിപ്പ്, മരവിപ്പ്, ചിലപ്പോൾ നമ്മൾ തറയിൽ കാല് വെക്കുമ്പോൾ നമുക്ക് അറിയാതിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെയൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ചെരുപ്പ് ധരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വീടിൻ്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ ചെരുപ്പ് കൂടുതൽ യൂസ് ചെയ്യാനായിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ചെരുപ്പ് ഇടാതൊക്കെ ഇരിക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ നമുക്ക് വല്ല ഇഞ്ചുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടലൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ അവരത് അറിയാതെ പോവും. പിന്നീട് അത് ഇൻഫെക്ഷൻ പോലെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചെരുപ്പ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പുകൾ, ഇങ്ങനെ ഡയബറ്റിക് പോലെയുള്ള ചപ്പൽസ് ഒക്കെ കിട്ടും. അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലുള്ള ചെരുപ്പുകളോ ഷൂസുകളോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വ്യക്തമാണ്. റോസ്മേരി മാം, എത്തരത്തിലാണ് ഡോക്ടറെ നേരത്തെ തന്നെ നമ്മൾ ഈ അസുഖത്തെ മനസ്സിലാക്കേണ്ടതും കണ്ടെത്തേണ്ടതും? പ്രമേഹം തന്നെ ടൈപ്പ് 1 ടൈപ്പ് 2 എന്ന് പറഞ്ഞ 2 രീതിയിലുണ്ട്. ടൈപ്പ് 1 ബൈ ബർത്ത് ഇറ്റ് സെൽഫ് നമുക്ക് ഇൻസുലിൻ്റെ ഇത് കുറവാകുന്ന കുട്ടികളിൽ കാണുന്ന ഒന്നാണ്. അവരിൽ എന്തായാലും ഇൻസുലിൻ സപ്ലിമെന്റ്സ് ആവശ്യമായിട്ട് വരുന്ന ഒരവസ്ഥയായിരിക്കും. ഇപ്പം ടൈപ്പ് 2 ഡയബറ്റിക്സ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ ഒരു ഏജ് കഴിഞ്ഞിട്ട് 40-50 ഏജസ് കഴിഞ്ഞിട്ട് ഗ്രാജുവലി ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങളിൽ നിന്നും ആഹാരവിഹാരങ്ങളുടെ ചേഞ്ചസ് കൊണ്ടൊക്കെ ഹെറിഡിറ്ററി ഫാക്ടറൊക്കെ വന്നു ചേരുന്ന ഒന്നാണ്. എന്നാൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്ക് ടൈപ്പ് 1 ആണോ 2 ആണോ എന്ന് സംശയിക്കത്തക്ക രീതിയിൽ ഏർലി സ്റ്റേജസിൽ തന്നെ ഒരു 12-15 ഇയേഴ്സ് അല്ലെങ്കിൽ 10 വയസ്സ് കഴിഞ്ഞതിന് ശേഷം തന്നെ ഇത്ര ഏർലി സ്റ്റേജസിൽ റെയർലി ആണെങ്കിലും ടൈപ്പ് 2 ഡയബറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ടൈപ്പ് 2 ഡയബറ്റിക്സ് ഇത്ര നേരത്തെ തുടങ്ങാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ആഹാര രീതിയിലൊക്കെ വന്ന വ്യത്യാസങ്ങളാണ്. മുൻപുള്ള കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മൾ ഹോംലി ഫുഡ് അല്ലെങ്കിൽ ഒരു സമീകൃത ആഹാരം കഴിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കും. എന്ന് പറഞ്ഞാൽ വൈറ്റമിൻസും പ്രോട്ടീൻസും ഫാറ്റും ഒക്കെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ലെവലിൽ കിട്ടത്തക്ക രീതിയിൽ വീട്ടിൽ നിന്ന് തന്നെയായാലും ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ ആഡ് ചെയ്യുകയും വീക്ക്ലി വൺസ് എന്നൊക്കെ പറയണോടായിരിക്കും നമ്മൾ മീറ്റ് ഐറ്റംസ് ഒക്കെ കഴിക്കുക. അങ്ങനത്തെ ഒക്കെ ഒരു ഇത് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുകയും ദഹനം വേണ്ട രീതിയിൽ നടക്കുകയും ആ ഗ്ലൂക്കോസിൻ്റെ കൺവേർഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യും. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്നും ഹെവി ലോഡായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതല്ല, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കലോറിയ മൂല്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ കൂടുതലായിട്ട് വളരെ അധികമായിട്ട് കഴിക്കുകയും അത് പ്രോപ്പറായിട്ട് കൺവേർട്ട് കലോറികളായിട്ട് നമ്മുടെ എക്സർഷൻ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതനുസരിച്ച് അതിന് ചേഞ്ചസ് വന്ന് കൺവേർഷൻ നടക്കാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ അത് ഗ്ലൂക്കോസായും കൊഴുപ്പായിട്ടൊക്കെ നമ്മുടെ ബോഡിയിൽ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മറ്റ് പല രോഗാവസ്ഥകളിലേക്കും നമ്മെ പലപ്പോഴും നയിക്കും. ഫാറ്റി ലിവർ, അതുപോലെ കൊളസ്ട്രോൾ ചേഞ്ചസ്, BP, കാർഡിയാക് ഇഷ്യൂസ്, ഇങ്ങനെ പല രോഗാവസ്ഥകളിലേക്ക് നമ്മെ നയിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സ, മരുന്ന് അല്ലെങ്കിൽ അനുബന്ധ രോഗങ്ങൾക്കുള്ള ചികിത്സ എന്ന് പറയുന്നത് വെറുതെ ഒരു മരുന്ന് കുറേ കഴിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആഹാര നിയന്ത്രണം, ആഹാരം കഴിക്കാതിരിക്കുന്നതല്ല,
അതിൻ്റെ ഒരു ആഹാര നിയന്ത്രണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്രമേഹ നിയന്ത്രണത്തെക്കുറിച്ചും അതിലേക്ക് എത്താം. അതിനു മുമ്പ് തന്നെ ഈ ഡയബറ്റിക് ന്യൂറോപ്പതിയിലെ സങ്കീർണതകളെ കുറിച്ച് കൂടി മാം ഒന്ന് പറയാമോ? പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക, ഒട്ടും സെൻസേഷൻ ഇല്ലാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ അവരറിയില്ല ദേഹത്ത് എന്തെങ്കിലും മുറിവുകളോ വ്രണങ്ങളോ ഒക്കെ ഉണ്ടാവുന്ന ഒരവസ്ഥ. കാലിൻ്റെ പാദത്തിൻ്റെ അടിവശത്തൊക്കെ ആയാലും ചെറിയ വ്രണങ്ങളും പൊട്ടുകളും ഒക്കെ ഉണ്ടാകുന്നത് അവരറിയണമെന്നില്ല. സെൻസേഷൻ നടക്കുമ്പോൾ തട്ടുമ്പോൾ വേദന എടുക്കാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകുമ്പോൾ പലപ്പോഴും അത് പഴുക്കുകയും അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആവുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെ ഹീൽ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ ന്യൂറോപ്പതിക് ചേഞ്ചസ് വരുമ്പോൾ അവിടേക്കുള്ള സർക്കുലേറ്ററി ചേഞ്ചസ് ഒക്കെ കട്ടായിട്ട് നമുക്ക് ശക്തമായിട്ടുള്ള പുകച്ചിലും വേദനയും ഒക്കെ വരുന്ന അവസ്ഥയുണ്ടാവും. സെൻസേഷൻ ഒട്ടുമില്ലാത്ത അവസ്ഥയിൽ തട്ടിയാൽ പോലും അറിയാത്ത അവസ്ഥ. എന്ന് പറഞ്ഞാൽ അവിടേക്കുള്ള സർക്കുലേഷൻ പൂർണ്ണമായിട്ടും ഇല്ലാതാവുമ്പോഴാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരിക. അപ്പോൾ പലപ്പോഴും ആ ഭാഗങ്ങൾ ആംപ്യൂട്ട് ചെയ്ത് കളയേണ്ട അവസ്ഥയിലേക്ക് വരെ വരുന്നതായിട്ട് കാണാം. ചിലപ്പോൾ കുറച്ച് വീണ്ടും അത് അനിയന്ത്രിതമായിട്ട് തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ കൂടുതൽ കയറ്റി ഫസ്റ്റ് ചിലപ്പോൾ ഒരു വിരലൊക്കെ ആയിരിക്കും കട്ട് ചെയ്യുക. അതിനേക്കാളും കൂടുതലായിട്ട് ആംപ്യൂട്ടേഷനിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെയധികം പേര് അത്തരത്തിലുള്ള രീതിയിൽ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. എന്നാൽ ഈ ഡയബറ്റിക് ഹെറിഡിറ്ററി ഫാക്ടറായിട്ട് ഡയബറ്റിക്സ് ഉള്ളവർ പലപ്പോഴും അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ട് ശീലിച്ചവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനോട് അത്രയ്ക്ക് ഒരു പേടിയോ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിച്ച് നിർത്തേണ്ട ആവശ്യകതയൊന്നും അവർ അതിലൊന്നും കൂടുതൽ ശ്രദ്ധിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വരിക. ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് ആയുർവേദ വിധി പ്രകാരമുള്ള ചികിത്സയെ കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാം. ആയുർവേദത്തിൽ ഷുഗറിനും അല്ലെങ്കിൽ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന അനുബന്ധ രോഗങ്ങൾക്കും ഒക്കെ വളരെ വിദഗ്ധമായിട്ടുള്ള ചികിത്സകൾ പറയപ്പെടുന്നുണ്ട്. ബേസിക്കായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് പ്രമേഹ നിയന്ത്രണമാണ്. അതിനു വേണ്ടിയിട്ട് വളരെയധികം ഔഷധങ്ങളും ചികിത്സകളും തന്നെ നിലവിലുണ്ട്. പല വിധത്തിലുള്ള കഷായ രോഗങ്ങൾ, നിശകതകാദി, കഥകഖതിരാദി, നീരൂരാദി കഷായം, ഇങ്ങനെ പല രീതിയിലുള്ള കഷായങ്ങൾ അതിൻ്റെ ഓരോ സ്റ്റേജസിനനുസരിച്ച് കൊടുക്കുന്നതാണ്. അതുപോലെ ഇങ്ങനെ ഷുഗർ കൺട്രോൾഡ് ആക്കാനായിട്ട് ഒരു പരിധി വരെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ശിരസിൽ ചെയ്യുന്ന തക്രധാര പ്രയോഗം. അതിന് നമ്മുടെ ഇൻസുലിൻ്റെ ഇൻസുലിൻ ഉണ്ടാകുന്നതിനെ കൂട്ടുന്നതിനും ഡയബറ്റിക് കൺട്രോളിനെ അതൊക്കെ ഒരു പരിധി വരെ സഹായിക്കുന്ന ഒരു ചികിത്സാ പ്രയോഗം. നമുക്കൊരു പ്രേക്ഷകരുടെ കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പാലക്കാട് നിന്ന് സൗമ്യയാണ്. സ്വാഗതം സൗമ്യ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ, എൻ്റെ പേര് സൗമ്യ എന്നാണേ. എനിക്ക് ഏകദേശം 27 വയസ്സുണ്ട്. അപ്പോൾ ഞാനുണ്ടാവുന്ന സമയത്ത് എൻ്റെ പപ്പയ്ക്ക് ഇതുപോലെ തന്നെ ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പാരമ്പര്യമായിട്ട് വരാൻ എന്തെങ്കിലും സാധ്യതകളോ അങ്ങനെ മറ്റു എന്തെങ്കിലും ഉണ്ടോ? പെൺകുട്ടി കൂടി ആയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ രോഗങ്ങളെ പോലെ ഒരു ഹെറിഡിറ്ററി ഫാക്ടർ ഇതിനുണ്ട്. അച്ഛനും അമ്മയും ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ഒരു 70% വരെയൊക്കെ കുട്ടികളിൽ വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറയും. അപ്പൊ അച്ഛൻ മാത്രം ഇതാവുമ്പോൾ അതിന്റെ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ശ്രദ്ധയുണ്ടാകുക എന്ന് പറഞ്ഞാൽ ആഹാര കാര്യങ്ങളിൽ ഇപ്പോൾ മധുരത്തിനോട് കൂടുതൽ ക്രേവ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് മധുരം കഴിക്കണം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ മധുരം കഴിക്കേണ്ടെന്നല്ല, അങ്ങനെയുള്ളൊരു ധാരാളം സ്വീറ്റ്സ് മാത്രം കഴിക്കുന്ന ടെൻഡൻസി ആയിരിക്കും. അപ്പം അതൊക്കെ കുറച്ചിട്ട് സാധാരണ ആൾക്കാർ കഴിക്കുന്ന പോലെ നോർമൽ ഡയറ്റിൽ പോവുക. പിന്നെ ഒരു ഏജ് കഴിയുമ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കിയാൽ നമുക്ക് അത് നോട്ട് ചെയ്തിട്ട് ക്രമീകരിക്കാനൊക്കെ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ഇതിൻ്റെ പ്രീ ഡയബറ്റിക് സ്റ്റേജിലൊന്നും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടാവുകയുമില്ല. അപ്പം നമ്മളൊരു ഷുഗർ വീട്ടിൽ ഹെറിഡിറ്ററി ഫാക്ടർ ഉള്ളവരാണെങ്കിൽ ഒരു 40-45 അതെന്ന് പറഞ്ഞാൽ ഒരു ഈസ്ട്രജൻ ചേഞ്ചസ് ഒക്കെ വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഒരു മെനോപോസിൽ ഇതിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള തൈറോയ്ഡ് ഇഷ്യൂസ്, കൊളസ്ട്രോള്, ഇൻഡയറക്ട്ലി ഡയബറ്റിക് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതിനോട് അങ്ങനത്തെ സ്റ്റേജൊക്കെ വരുമ്പോൾ ഒരു HbA1c ഒരു 3 months ആവറേജ് ഷുഗറൊക്കെ വല്ലപ്പോഴും നോക്കുക. ഒരു രോഗിയായിട്ടല്ല, ഒരു പ്രിവെൻഷൻ എന്നോണം നോക്കുക. അതുപോലെ നമ്മളൊരു
ഡെയിലി റുട്ടീൻ എക്സസൈസിലൊക്കെ പോയാൽ ഈ പറയുന്ന അസുഖങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെയുള്ളൊരു ഇതിലേക്ക് വരിക, ശീലത്തിലേക്ക് വരിക. അതല്ലെങ്കിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നടക്കാൻ പോകണം അല്ലെങ്കിൽ എക്സസൈസിന് പോകണം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ നമ്മളത് ശീലിച്ചിട്ടില്ലല്ലോ. അപ്പൊ എപ്പോഴും നമ്മുടെ ആഹാര കാര്യങ്ങളിലുള്ള ശ്രദ്ധയും ഇത്തരത്തിലുള്ള വ്യായാമശീലങ്ങളും ഒക്കെ നമ്മൾക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും. ഇപ്പോഴേ തന്നെ അച്ഛന് ഡയബറ്റിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വറീഡായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. അറ്റ് പ്രസന്റ് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ എങ്കിൽ കൂടി മധുരത്തിനോട് അധികം ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ കൂടുതൽ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതൊന്ന് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കുക. അത് മറ്റസുഖങ്ങൾ വരാതിരിക്കാനും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. വ്യക്തമാണ്. സൗമ്യ വിളിച്ചതിന് നന്ദി. പ്രമേഹത്തിന്റെ സങ്കീർണതകളിലൊന്നായ ഡയബറ്റിക് ന്യൂറോപ്പതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കണ്ടംകുളത്തി ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് ഹോസ്പിറ്റൽസിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസനും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസും ചേർന്നാണ്. ഡോക്ടർ, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ ഹലോ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. മാഡം, അതായത് നമ്മൾ ഈ ഫ്രിഡ്ജ് ഇല്ലാത്ത സാഹചര്യത്തില് ഇൻസുലിൻ എങ്ങനെ സൂക്ഷിക്കും എന്നായിരുന്നു സംശയം. എന്ത് പ്രായമുള്ള ആളാ? എന്റെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ടാണ്. 68 വയസ്സായ ആളാണ്. അത് ശരി. ഓക്കെ ഓക്കെ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ ശരിക്കും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാന്നുള്ളതാണ്, തണുപ്പില്. അങ്ങനെ പിന്നെ ഐസ് ബാഗ് പോലെ വാങ്ങിക്കാൻ കിട്ടും. ഇനി അങ്ങനത്തെ വീട്ടില് അങ്ങനത്തെ സൗകര്യം ഇല്ലെങ്കിലേ അപ്പൊ ഇൻസുലിൻ പെൻ പോലെയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അപ്പൊ അമ്മയ്ക്ക് ഉപയോഗിക്കാനും എളുപ്പമുണ്ടാവും. എന്നിട്ട് ഐസ് ബാഗ് പോലെയുള്ള അതിലായിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് ഉപയോഗിക്കാം. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി ഓരോ ആളുകളിലും ഓരോ തരത്തിലുള്ള ലക്ഷണങ്ങളായിരിക്കും. ചില ആളുകൾക്ക് പുകച്ചിൽ കാരണം അല്ലെങ്കിൽ ഒരു വശം ചെരിഞ്ഞ് കിടക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. എപ്പോഴും പുകച്ചിലിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും. അതവർ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഒരു ബുദ്ധിമുട്ട് കൂടിയാണിത്. ഡോക്ടറെ, ഈ ലക്ഷണങ്ങളുടെ കാഠിന്യം എങ്ങനെയാണ് കുറച്ചു വെക്കുക? പുകച്ചിൽ പോലുള്ള അവസ്ഥകളിൽ പുരട്ടാനായിട്ട് നമുക്ക് പിണ്ണതൈലം, പഞ്ചസ്നേഹം, കുഴമ്പ് മുതലായിട്ടുള്ള കുഴമ്പുകൾ പുരട്ടി കാലിലൊക്കെ പുരട്ടിയിടാം. അപ്പൊ ഇങ്ങനെ പുകച്ചിൽ കുറയ്ക്കാൻ അത് സഹായിക്കും. പിന്നെ കാലിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പുകച്ചിലുള്ള ഭാഗത്ത് ജഡാമയാദി ചൂർണം, അമൃത് സമൂലം ചേർത്ത് നന്നായിട്ട് പുഴുങ്ങി അരച്ചിട്ട് അത് ചൂടാറിക്കഴിയുമ്പം പിണ്ണതൈലം കൂട്ടി ചാലിച്ചിട്ട് കാലിൽ തേച്ചിടാം. എന്നിട്ട് അതിങ്ങനെ ചുറ്റി കെട്ടി വെക്കുക. ഒരു ഗോസ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് സോഫ്റ്റ് ആയിട്ട് കെട്ടിയിടാം. ഇതൊക്കെ ആ പുകച്ചിലിനെ, ബേണിങ് സെൻസേഷനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ പല വിധത്തിലുള്ള കഷായ യോഗങ്ങളുണ്ട്. ഇപ്പൊ ബലാഗുളിച്ചാതി കഷായം, ഗുളൂച്ചിയാതി കഷായം, ഗുൽഗുലുദിക്തം കഷായം. ഇതൊക്കെ കാലിന്റെ ബേണിങ് സെൻസേഷനെ കുറയ്ക്കാനും സർക്കുലേഷനെ കൂട്ടാനും പിന്നെ കോശങ്ങൾക്ക് വന്നിട്ടുള്ള ഡാമേജിനെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന കഷായ യോഗങ്ങളാണ്. എപ്പോഴും ഒരു ആയുർവേദ ചികിത്സന്റെ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം ഇതൊക്കെ നമ്മൾ എടുക്കാനായിട്ട്. ഇനി ഇതുപോലെ തന്നെ ന്യൂറോപ്പതിക് ചേഞ്ചസ് ഒക്കെ വരുന്നവർക്ക്. മാം, നമുക്ക് പാലക്കാട് നിന്ന് പ്രദീപ് എന്ന പ്രേക്ഷകന്റെ കോൾ വെയിറ്റിംഗ് ആണ്. പ്രദീപ്, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. 8 വർഷമായിട്ട് ഡയബറ്റിക് ആണ്. അപ്പൊ കുറച്ച് കാലമായിട്ട് അധിക സമയം ഒരു 10-15 മിനിറ്റ് നിൽക്കുന്ന സമയത്ത് 15 മിനിറ്റ് ഒക്കെ നിൽക്കുകയാണെങ്കിൽ കാലിന്റെ മുട്ടിന് താഴെ ഭയങ്കര വേദന, രാത്രി ഉറങ്ങാൻ പ്രശ്നമുണ്ട്. അതുപോലെ കാലിന്റെ അടിയിൽ ഒരു കറുത്ത പാട് വരാറുണ്ട് ഒരുപാട് സമയം നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോയിട്ട് നിൽക്കേണ്ടി വരുന്ന സമയത്താണ് ബുദ്ധിമുട്ട്. അപ്പൊ ആ സമയത്ത് നിൽക്കുന്ന സമയത്ത് മാത്രമാണ് ഈ പ്രശ്നം വരുന്നത്. നമുക്ക് കുറെ എണ്ണയൊക്കെ തേച്ചൊക്കെ നോക്കി, പക്ഷെ ഒന്നും ഫലമില്ല. എന്ന് പറഞ്ഞാലേ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതുപോലെ സർക്കുലേറ്ററി ചേഞ്ചസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. 8 വർഷമൊക്കെ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കുറെ കാലമൊന്നും അല്ല. ഷുഗറിന്റെ ഇപ്പൊ ന്യൂറോപ്പതി ചേഞ്ചസ് അത്ര നേരത്തെ വരണമെന്നില്ല. പിന്നെ ഒട്ടും തന്നെ കൺട്രോൾഡ് ആയിട്ട് പോകാതിരുന്നാലാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരിക. പിന്നെ എക്സസൈസ് പോലെ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ഇരുന്നിട്ട് തന്നെയായാലും കാലിങ്ങനെ റേസ് ചെയ്യണ രീതിയിൽ കാല് പാദം കുത്തിയിട്ട് ഇങ്ങനെ ഉയർത്തുന്ന രീതിയിൽ സർക്കുലേഷനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ കുഴമ്പ് ഉപയോഗിക്കുക. ദിവസം ഇപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരെ എന്നും ഇടാൻ സാധിച്ചില്ലെങ്കിലും
ഓൾട്ടർനേറ്റ് ഡേയിലോ അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് ത്രൈസ് എന്നൊക്കെ പറയണോണം കുഴമ്പ് തേച്ച് കുളിക്കുക. ഇപ്പൊ കാർപ്പോസിസ്റ്റിയാദി കുഴമ്പ്, അതുപോലെ സഹചരാദി കുഴമ്പ്, ഇതൊക്കെ ചൂടാക്കിയിട്ട് നടുവിന്റെ അവിടെ നിന്ന് തുടങ്ങി പുരട്ടാം. സയറ്റിക് റൂട്ടിൽ കാലറ്റം വരെയും പാദവും കാഫ് മസിലും ഒക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുക. അത് ഒരു ദിവസം കൊണ്ടല്ല, കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു 1 month ഒക്കെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ചേഞ്ചസ് മനസ്സിലാവും. അതുപോലെ കുറുന്തോട്ടി ഇട്ട് വെന്ത വെള്ളം പാൽ കഷായം പോലെ അല്ലെങ്കിൽ കുറുന്തോട്ടി വെന്ത വെള്ളമൊക്കെ കുടിക്കുന്നതിൽ നല്ലതായിരിക്കും. കരിങ്കുറിഞ്ഞിയും ചുക്കും ചോന്നരത്തെയും ആടലോളത്തിന്റെ വേരൊക്കെ ഇട്ട് വെന്ത വെള്ളം ഡ്രിങ്കിങ് വാട്ടർ കുടിക്കുന്ന വെള്ളമായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതില് വേദനയും കഴപ്പും ഒക്കെയുള്ള അവസ്ഥയായതുകൊണ്ട് കഷായം ആയിട്ട് വാങ്ങിച്ചു കഴിക്കണമെങ്കിൽ അങ്ങനെയായാലും ചെയ്യാം. ഇപ്പൊ രാസനേടാതി കഷായം 2 നേരമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. കുഴമ്പ് വരട്ടി കുളിക്കുക. നടപ്പ് കാല് കഴപ്പാന്ന് പറഞ്ഞിട്ട് നടക്കാതെ ഇരിക്കരുത്, നടക്കണം നമ്മൾ. അപ്പൊ ആ സർക്കുലേഷൻ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും ഷുഗർ കൺട്രോൾഡ് ആവാനും നമ്മുടെ മസിലുകൾക്ക് ഒരു ബലം കിട്ടാനും ഒക്കെ അത് എപ്പോഴും സഹായിക്കുകയും ചെയ്യും. ഡോക്ടർ മരിയ, ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ കാര്യത്തിൽ ഏറ്റവും പ്രഥമമായി നമ്മൾ ചെയ്യേണ്ടത് പ്രമേഹം നിയന്ത്രണത്തിലാക്കുക എന്നതാണ്. അതിന് നമ്മുടെ ഭക്ഷണവും ജീവിതശൈലിയും ഒക്കെ ക്രമീകരിക്കേണ്ടതുണ്ട്. ഡോക്ടർ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡയബറ്റിക് കൺട്രോൾ ആക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഡയബറ്റീസിന് മധുരപലഹാരങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കൃത്യമായ വ്യായാമം, അത് രക്തോട്ടം കൂട്ടാനും ഇതുപോലെ തന്നെ ന്യൂറോപ്പതിയുടെ ഒരുവിധമൊക്കെ തടയാനും പ്രിവെന്റ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ്, അതുപോലെ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫുഡുകൾ, അതിന് പകരം നമുക്ക് റാഗിയോ മില്ലറ്റോ അങ്ങനെയുള്ള ഫുഡുകളൊക്കെ നമുക്ക് അതിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. അമിതവണ്ണവും ഒരു പരിധി വരെയൊക്കെ ഈ ഡയബറ്റിക് ന്യൂറോപ്പതിനെ കൂട്ടാനുള്ള ഒരു ഘടകം കൂടെ എന്ന് പറയാം നമുക്ക്. അപ്പം അതുകൊണ്ട് അമിതവണ്ണം നമുക്ക് കൂടെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അതിനെയും കൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാനും, പിന്നെ ഈ ഡയബറ്റിക്കിന്റെ ഭാഗമായിട്ട് തന്നെ അതിൻ്റെ കൂടെ വരുന്ന BP, കൊളസ്ട്രോളും ഒക്കെ അങ്ങനെയുള്ളവരെ വ്യക്തികളാണെങ്കിൽ കൂടെ അതും കൂടെ കൺട്രോൾ ചെയ്യാനുള്ള ഭക്ഷണങ്ങളും വ്യായാമങ്ങളും ഒക്കെ പൂർണ്ണമായി നല്ലോണം രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു. വിളിച്ച പ്രേക്ഷകർക്കും നന്ദി. പ്രോഗ്രാം അവസാനിക്കുകയാണ്.